നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ SUT ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ടോയ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് കുഞ്ഞു മക്കളുള്ള വീടുകളിൽ അറിയാം, നല്ല രീതിയിൽ ടോയ്സ് ഉണ്ടാവില്ല, ഒത്തിരി അധികം ടോയ്സ് ഉണ്ടാവും. ഈ ഓവറായിട്ട് ടോയ്സ് അങ്ങനെ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഞാനൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, കുഞ്ഞിന് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് മാത്രമാണ് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്. മിക്ക പാരൻസും ഒത്തിരി വില കൂടിയ ടോയ്സ് ഒക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കും. മാത്രമല്ല, അവർ വാശി പിടിക്കുന്ന സമയത്തും ഉടനെ തന്നെ ആ ടോയ് വേണമെന്ന് പറയുമ്പോൾ അത് ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ളതാണോ ഇല്ലയോ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കാണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള ഒരു 3-4 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഓവർ യൂസേജ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങിക്കൊടുക്കുന്ന നമുക്കൊന്ന് നിർത്തി അവരുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഈ ഓവറായിട്ട് നമ്മൾ ടോയ്സ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യം ഉണ്ടാകുന്നത് ഓവർ സ്റ്റിമുലേഷനാണ്. അതായത് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ സെൻസസ് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ആവുകയും അത് ഓവറായിട്ട് സ്റ്റിമുലേറ്റ് ആവുന്ന സമയത്ത് തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അങ്ങനത്തെ ഒരു ഡിസോർഡറിലേക്ക് ചിലപ്പോൾ കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ചാൻസസും കൂടുതലായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ അവരുടെ ക്രിയേറ്റിവിറ്റി വളരെയധികം കുറയുന്നതായിട്ട് നമുക്ക് കണ്ടുവരാം. കാരണം കുറേ ടോയ്സ് ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾ ഒരു ടോയിൽ തന്നെ ആയിരിക്കത്തില്ല ഫോക്കസ് ചെയ്യുന്നത്, പല ടോയ്സിലും ഫോക്കസ് ചെയ്യും. മാത്രമല്ല, ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ടോയ്സിൽ ചിലപ്പോൾ അവർ ഒഴിവാക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഈ ബാറ്ററി പോലുള്ള ടോയ്സ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ വേറൊരു വർക്കിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് അതിലില്ല. ഓൾറെഡി നമ്മൾ ബാറ്ററി ഇടും, ആ ബാറ്ററി തന്നെ അതിൽ വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കും ആ ടോയിൽ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ക്രിയേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഇമാജിനേറ്റീവ് പവർ കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് വളരെയധികം കുറവ് തന്നെയായിരിക്കും. പിന്നീട് മേജറായിട്ട് നമുക്കൊന്ന് കണ്ടുവരുന്നത് അവരുടെ അറ്റൻഷൻ സ്പാനിൽ കുറയുന്നതാണ്. അതായത് പൂർ അറ്റൻഷൻ സ്പാൻ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ടോയ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞ് മറ്റൊരു ടോയിലേക്ക് പോവും. അപ്പോൾ തന്നെ ആ ഒരു അറ്റൻഷൻ സ്പാൻ അപ്പോൾ തന്നെ ബ്രേക്ക് ആവുന്നതാണ്. അപ്പോൾ ആ ഒരു അറ്റൻഷൻ ആയിട്ടുള്ള ആ ഒരു രീതിയിലും കുഞ്ഞുങ്ങളെ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. മറ്റൊരു കാര്യം ഇവരുടെ സ്വഭാവത്തിലാണ്. അതായത് സോഷ്യൽ ഇമോഷണൽ കാര്യങ്ങളിൽ ഇവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. അതായത് ഓവറായിട്ട് ടോയ്സ് ഉള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് കുറച്ചേറെ പൊസസീവ്നെസ് കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്. അതായത് എല്ലാ ടോയ്സും എനിക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി കുറയാനുള്ള ചാൻസസ് കുറവാണ്. കാരണം ഏത് ടോയ്സ് ആണെങ്കിലും അച്ഛനും അമ്മയും വാങ്ങിച്ചു തരും എന്നൊരു തോട്ടുണ്ട്, നോ പറയുന്നില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ബിഹേവിയറിൽ ഓൾസോ ഈ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അനിയനോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഈ ടോയ്സ് മാത്രമായിരിക്കും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി എന്താ സംഭവിക്കുന്നത്, കുഞ്ഞുങ്ങളിൽ സെൽഫ് പ്ലേയിങ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. സെൽഫ് പ്ലേയിങ് കൂടുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറയുകയും മറ്റുള്ളൊരു ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കുറയുകയും ആ ഒരു ഇൻട്രാക്ഷനിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് വാങ്ങിക്കുമ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് വാങ്ങിക്കുക. മറ്റൊന്ന് ലോ ക്വാളിറ്റി പ്ലേ ആണ്. അതായത് നമ്മൾ ടോയ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ടോയ്സുകൾ കഴിവതും ഒഴിവാക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ 8 month 9 month ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ ടോയ്സ് വാങ്ങിക്കുന്നതെങ്കിൽ ലോ ക്വാളിറ്റി ടോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങൾ എപ്പോഴും കടിക്കുന്ന ഒരു ശീലമായിരിക്കും അവർക്ക് ഉണ്ടാക്കുന്നത്, ഏത് കാര്യവും അല്ലെങ്കിൽ ഏത് ടോയ്സ് ആണെങ്കിലും. അപ്പോൾ ഈ ലോ ക്വാളിറ്റി എന്നൊരു കാര്യത്തിലോട്ട് പോകുമ്പോൾ ഇവർക്ക് എന്താ പറയുക, ഹെൽത്ത് ഇഷ്യൂസ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസസും കൂടുതലാണ്. മാത്രമല്ല, ക്വാളിറ്റി പ്ലേ എന്നുദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിൽ അല്ല ആ ഒരു ഇമാജിനേറ്റീവ് ആ ഒരു ക്രിയേറ്റിവിറ്റി ആയിട്ട് കുഞ്ഞുങ്ങൾ കളിക്കാനുള്ള മീൻസ് ആ ഒരു ക്രിയേറ്റിവിറ്റി കുറയാനുള്ള ചാൻസസ് കൂടുതൽ. അതിനെയാണ് ഈ ലോ ക്വാളിറ്റി പ്ലേ എന്നുദ്ദേശിക്കുന്നത്. കഴിവതും നമ്മൾ ഈ സെൽഫ് പ്ലേയിങ് ഉള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ മാക്സിമം പാരൻസ് അവരുടെ ക്വാണ്ടിറ്റേറ്റീവ് ടൈം കുഞ്ഞുങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ഒരു ടോയ്സ് വെച്ച് കളിക്കുന്ന സമയത്ത് നമുക്ക് പാരൻസിന് അവരുടെ ഒപ്പം ഇരിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുക. കാരണം അതുവഴി കുഞ്ഞുങ്ങൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൂടാനും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാനും ക്രിയേറ്റിവിറ്റി കൂടാനും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ അവർ അതേപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പ്രായം കൂടി ആയിരിക്കും ഒരു 2 year 3 year ഒക്കെ വരുന്ന സമയത്ത്. അപ്പോൾ കൂടുതലും നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. ഈ സെൽഫ് പ്ലേയിങ്ങിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ്, അവർ തനിയെ ഇരുന്ന് കളിക്കുകയാണ്, അതിൽ യാതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല. ജസ്റ്റ് ടോയും ആ കുഞ്ഞുമായിട്ടുള്ള
ഒരു പ്ലേയിലായിരിക്കും കൂടുതലും പോകുന്നത്. അപ്പോൾ ഈ സെൽഫ് പ്ലേയിങ് നമ്മൾ ഒഴിവാക്കി കുഞ്ഞുങ്ങളുമായിട്ട് കൂടെ ഇരുന്ന് ഏത് ടോയ്സ് ആണോ അറ്റ് എ ടൈം ഒരു ടോയ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ടോയ് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ ഓൾഡ് ടോയ്സ്, പഴയ ടോയ്സ് കൂടുതൽ മാറ്റിക്കൊണ്ട് വരിക. അതായത് പഴയ ടോയ്സും അവർ കളിക്കത്തില്ല, പക്ഷെ അത് ചിലപ്പോൾ അത് ചീത്തയാക്കി കളയാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. സോ പഴയ ടോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുതിയ അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ്, പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക അവരുടെ ഏജിന് ഒത്ത ടോയ്സ് ആണോ അവർ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. വേറൊരു പ്രത്യേക കാരണം റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഈ ടോയ്സ് എടുത്ത് മിക്ക വീടുകളിലും അറിയാം ഈ കുറേ ടോയ്സ് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ചിതറി കിടക്കും അല്ലേ. പക്ഷെ അത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ അടുക്കി ഏത് ടോയ് ഏത് സ്ഥാനത്താണ് ഇരിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും കൂടി നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ടോയ്സ് വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അതിലുള്ള ഡിസിപ്ലിൻ എങ്ങനെയാണ്, ആ ടോയ്സ് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിക്കാണ്ട്, അതിൽ മിക്ക കുട്ടികളും എടുത്തെറിയുന്ന സ്വഭാവക്കാരുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തെറിയാൻ പാടില്ല, നോ പറയേണ്ടടുത്ത് നോ പറയുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ടോയ്സ് വഴിയും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ടോയ്സിനെ പറ്റിയിട്ട് ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.